ഇന്ന് നമുക്ക് നല്ലൊരു ചക്ക കിട്ടി. വലിയൊരു ചക്കയായിരുന്നു, നിറയെ ചുളയുണ്ടായിരുന്നു. കുറേ ചുള നമ്മൾ പറിച്ച് കുറച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് അരിഞ്ഞിട്ട് ചക്ക ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച്. ചക്ക ഇലയപ്പം അല്ല, ചക്ക തിരളിയപ്പം എന്ന് വെച്ചാൽ തിരളിയപ്പത്തിന് നമ്മൾ പഴമൊക്കെ ചേർക്കത്തില്ല, അതിന് വരെ ചക്കയൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. ശർക്കര ഉരുക്കാൻ വെച്ചേക്കോ ഞാനിവിടെ. ശർക്കരപ്പാനി ഞാൻ അലിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഉരുളി എടുത്ത് വെള്ളമൊക്കെ അതിനകത്തുള്ളതൊന്ന് പറ്റി ചൂടായി കഴിയുമ്പം നമുക്ക് അരിച്ച് വയ്ക്കണം. കാരണം ഈ ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് അയ്യോ നന്നായിട്ട് കൈ ചൂടടിച്ചിട്ട് പൊള്ളുന്നു. കാരണം നല്ല ഉരുളി ചൂടായി കിടക്കുമായിരുന്നു. അപ്പം ചൂടോടുള്ള ശർക്കരപ്പാനി എടുത്ത് ഉരുളിലോട്ട് അയച്ചപ്പോൾ ആ പുക വന്ന് കയ്യിലടിച്ച്, ഈ ആവി ചൂടുള്ള പുക വന്ന് കയ്യിലടിച്ചാലും കൈ നന്നായിട്ട് പൊള്ളും കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ പാചകം ചെയ്യുന്നൊരു ടൈമിലേ നമ്മൾ. ഇനി ഒന്നുകൂടി ഉരുളി കിടന്ന ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വരണം. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുറയട്ടെന്ന് വെച്ചു. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചക്കയും കൂടെ അതിനകത്തോട്ടിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഉടയട്ടെ. നമുക്ക് ഈ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് പായസവും വെക്കാം കേട്ടോ. ഈ സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച പായസമായി, ചക്കപ്പായസമായി. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിന് ശേഷം തേങ്ങാക്കൊത്തും കൂടി ഇടുക അതിനകത്തോട്ട്. മൂന്നും കൂടെ നെയ്യും ചക്കയും ശർക്കരയും 4 ഐറ്റം അതും എല്ലാം കൂടി ഇട്ട് സമാസമ നല്ല രീതിയിൽ യോജിപ്പിച്ച് ഇളക്കി ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മെയിൻ സാധനം അരിപ്പൊടി ഇട്ടുണ്ടാക്കാം, ഗോതമ്പ് പൊടി ഇട്ടുണ്ടാക്കാം. ഗോതമ്പും അരിപ്പൊടിയും കൂടെ നമുക്ക് വേണേൽ മിക്സ് ചെയ്തുണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഏത് പൊടിയിലും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല രീതി ശർക്കരപ്പാനിയൊക്കെ പിടിച്ച് കുറുകി അത് വന്നിട്ടുണ്ട്. ഒരു ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒത്തിരി ഹാർഡും അല്ല, ഓവർ സോഫ്റ്റും ആയിരുന്നു, ഒരു മീഡിയം പരുവത്തി. എന്നിട്ട് തിരളിയിലോട്ട് നമുക്കിത് കുറച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ച് നന്നായിട്ട് പരത്തി റോൾ ചെയ്തിട്ട് ഇഡ്ഡലിക്കുട്ടത്തി വെച്ച് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ അടിപൊളി ചക്കത്തിരളിയപ്പം റെഡിയായിട്ട് കിട്ടും. ഇതുപോലെ കൈ വെച്ച് നമുക്ക് ചെയ്യാം, സ്പൂൺ വെച്ച് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും ചെയ്യുന്നതാണ്ട്. ഇതേപോലെ റോൾ ചെയ്യുക. അല്ലാതെ കുമിള് കുത്തിയും ചില ആൾക്കാർ ഡയമണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സമൂസയുടെയൊക്കെ ഷേപ്പില്ലേ, ആ ഷേപ്പിൽ വെക്കാറുണ്ട്. എനിക്ക് ഇതാ എളുപ്പം, റൗണ്ട് ഞാനിങ്ങനെ ചെയ്യാറ് സാധാരണ. ഇനി നമുക്കിത് ഫുള്ള് നിറച്ചിട്ട് കാണാം. ബാക്കി നമ്മൾ വാഴയിലും കൂടെ വെച്ച് തിരളിയപ്പം തീർന്നു പോയി. ചില തിരളിയപ്പത്തിനകത്ത് ഇങ്ങനെ കറുത്ത കുത്തും പാടും ഉണ്ട്, അതുകൊണ്ട് അതെടുത്തില്ല. ഇനി ആവിയേറ്റി എല്ലാവർക്കും കഴിക്കാം. സൂപ്പർ ചക്കത്തിരളിയപ്പം.